സമസ്ത ലീഗില്ലാതെ സമസ്ത പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത്? പലതും നേടിയെടുക്കുന്നു നിങ്ങൾ പറഞ്ഞു. എന്താ നേടിയെടുത്തത്? എന്ത് ചെയ്തു ചോദിക്കാൻ വലിയ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. എന്ത് ചെയ്തു സമുദായത്തിന് ഇവരെന്ന് ചോദിച്ച് നടക്കുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ സമുദായത്തിന് ചെയ്തു കൊടുത്തത്? എത്ര എളുപ്പത്തിലാണ് ഒരു സംവിധാനങ്ങളെ തകർക്കാൻ പറ്റുന്നത്. യോജിപ്പിനാണ് നമ്മളെ പ്രവർത്തി. അവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുള്ളൂ. ആവേശമായി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കുടുംബത്തിലും ഇതൊക്കെ തന്നെയായിരിക്കും അവർക്ക് പരിപാടി ഉണ്ടാവുക. അവർ ചെന്ന് ജോലി ചെയ്യുന്നിടത്തും ഇപ്പത്തിനും ഫസാദ് ഉണ്ടാവും, സമൂഹത്തിലും ചെയ്യും, നാട്ടിലൊക്കെ ചെയ്യും. ഞാൻ പറയട്ടെ, ഒരു നിഅമത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതിന്റെ വില അറിയൂ. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മനസ്സുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന വാക്കുകൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ ധൈര്യമായിട്ട് പറയണം, ഇതിന് കുത്തിത്തിരിപ്പ് എന്ന് മലയാളത്തിൽ പറയാം. ഈ തിരുപ്പൻ പരിപാടി ചെയ്യുന്നവർ എന്നത് ചെയ്തുകൊണ്ടിരിക്കും. അവരെ ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞാൽ പ്രശ്നം തീരും. അത്രേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കിയാൽ ഇത് ഫിത്നയാണ്. ഈ പറയുന്നത് ഫിത്നയാണ്. ഉമ്മത്തിൽ വിള്ളലുണ്ടാക്കരുത്. വിള്ളലുണ്ടാക്കാൻ വലിയ എളുപ്പമാണ്, ഒരുമിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിള്ളലുണ്ടാക്കുന്നവരുടെ കൂടെ ആരുണ്ടെന്നറിയോ? പിശാചുക്കളുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യം എളുപ്പത്തിൽ നടക്കുന്നവർക്ക് തോന്നും. കാരണം ശൈത്താന്മാർ മുഴുവൻ അവരുടെ കൂടെ ഇറങ്ങിണ്ടാവും. നന്മയുടെ ഭാഗത്ത് മലക്കുകളുടെ സാന്നിധ്യമാണ്. നന്മ തിന്മയെ പോലെ എളുപ്പമല്ല. അത് മനസ്സിലാക്കാനും കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഈ തിരുപ്പ് പരിപാടി ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിർത്തിക്കോളി.